ഇനി അടുത്തത് ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. ഏതൊരു സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. അത് ലോജിക്കലി മാൻഡേറ്ററി അല്ല, പക്ഷെ നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുമ്പോൾ എന്താണ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, അത് പ്രോഗ്രാം എഴുതിയത് ആരാണ്, അതിൻ്റെ ഡേറ്റ്, അതൊക്കെ ഒരു കമൻറ്റ് ലൈനിൽ എഴുതുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് എന്തൊക്കെ ഫങ്ഷൻസ് സിസ്റ്റം ലൈബ്രറിയിൽ നിന്ന് ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അതിനെല്ലാം ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പാർട്ടൊക്കെ അതിൽ കൊടുക്കും. അത് മാൻഡേറ്ററി ആണ്. നമ്മളിപ്പോൾ ഹാഷിങ്ങിലൂടെ STIO.h ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഡെഫിനിഷൻ സെക്ഷൻ. ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഗ്ലോബലി ഡിഫൈൻ ചെയ്യാനുണ്ടെങ്കിൽ, സിംബോളിക് കോൺസ്റ്റൻസി ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. അതാണ് ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബൽ ഡിക്ലറേഷൻ പാർട്ട്. ചില വാരിയബിൾസ് ഉണ്ട് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ വാരിയബിളിനെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ മേലെയായിട്ട് നമുക്കൊന്ന് ഡിക്ലെയർ ചെയ്ത് വെക്കാം. അതാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ. മെയിൻ ഫംഗ്ഷൻ സെക്ഷനിലാണ് നമ്മൾ ശരിക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ എന്തൊക്കെ വാരിയബിൾസ് നമ്മൾ യൂസ് ചെയ്തു അതെല്ലാം നമ്മൾ ഡിക്ലറേഷൻ പാർട്ടിൽ എഴുതണം. പിന്നെ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ടബിൾ പാർട്ടിൽ എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും എക്സിക്യൂട്ടബിൾ പാർട്ടിലുണ്ടാവും. ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂട്ടബിൾ പാർട്ടെല്ലാം ഒരു ക്ലോസിംഗ് ബ്രേസിനും ഓപ്പണിംഗ് ബ്രേസിനും ഇടയിലാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതുന്നത്. പിന്നെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഷുഡ് എൻഡ് വിത്ത് എ സെമികോളൻ. ഒരു സെമികോളൻ വെച്ചിട്ടാണ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എൻഡ് ചെയ്യേണ്ടത്. ചില സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ചില കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാത്രമുള്ള സെമികോളൻ വെച്ചിട്ട് അവസാനിപ്പിക്കാത്തത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും സെമികോളൻ വെച്ചിട്ട് എഴുതാം. അതാണ് എക്സിക്യൂട്ടബിൾ പാർട്ടും ഡിക്ലറേഷൻ പാർട്ടും. പിന്നെ സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും വേറെ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ പോലെ ഓരോ ഫംഗ്ഷൻ എത്ര ഫംഗ്ഷൻ ഉണ്ടോ അത്രയും ഫംഗ്ഷൻസ് നമുക്കതിൽ എഴുതി ചേർക്കാം. സോ അതാണ് സബ് പ്രോഗ്രാം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഒരു സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം എന്ന് പറയുന്നത്.